മീഡിയസിലേക്ക് സ്വാഗതം. എബ്രഹാം ഓസ്ലറിൻ്റെ 10ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ കമൻസുകൾ കാണുന്നു എബ്രഹാം ഓസ്ലറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ കളക്ഷൻ കുറവാണ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് സിനിമയ്ക്ക് 1 കോടി പോലും ഇല്ല എന്നുള്ളത്. വ്യക്തമായ പ്രൂഫ് സഹിതമുള്ള ഒരു കാര്യം കാണിച്ചു തരാം. ഇത് 5ാം ദിവസം മുതലുള്ള ട്രാക്ഡ് കളക്ഷൻസിൻ്റെ കണക്കുകളാണ് വരുന്നത്. ഓരോ ദിവസവും ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കണക്ക് നിങ്ങൾക്ക് നോക്കാം. ഇതിൽ മമ്മൂട്ടി അഭിനയിച്ചു എന്നുള്ളത് കൊണ്ടൊരു മമ്മൂട്ടി സിനിമയായിട്ട് കണ്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ ഒരു പാവം ജയറാം സിനിമയിലേക്ക് വരരുത്. കാരണം മമ്മൂട്ടിയെ ഡീഗ്രേഡ് ചെയ്യാൻ അതിന് കാര്യങ്ങളുണ്ടാവാം. കാരണം അദ്ദേഹത്തിന് എല്ലാ സിനിമകളും വിജയിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയിച്ച് നിൽക്കുന്നവൻ്റെ നേരെ കൊഞ്ഞനം കുത്തുക എന്ന് പറയുന്ന ഒരു പരിപാടി എല്ലാവർക്കും ഉണ്ട്. കഴിഞ്ഞ 11 സിനിമകളിൽ 10ഉം വിജയിച്ച് നിൽക്കുന്ന ആളാണ് മമ്മൂട്ടി. ഇനി ജയറാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് ആദ്യമായി കിട്ടുന്ന ഒരു ഹിറ്റാണ്. അപ്പോൾ ദയവ് ചെയ്ത് അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അഭ്യർത്ഥന. അപ്പോൾ നമുക്ക് കളക്ഷൻ കാര്യങ്ങളിലേക്കൊന്ന് കടന്നു വരാം. അപ്പോൾ ഈ കളക്ഷൻ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ ആ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് നോക്കാം. അതിനകത്ത് കാണുന്ന 605 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ അനുസരിച്ചിട്ട് 18%, അത് 17.44 എന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്ത് 18% എന്ന് പറയുന്നു. ഈ ഒരു നിമിഷം വരെ ലഭിച്ചിരിക്കുന്നത് 50,79,000 രൂപയോളമാണ്. അതായത് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലത്തേനേക്കാളും 50% കൂടുതൽ ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് ഇന്ന് പ്രൊജക്ഷനായിട്ട് പറയുന്നത് 71 ലക്ഷം രൂപ, അതായത് 71,84,000 രൂപയായിരിക്കുമെന്ന്, അതായത് 72 ലക്ഷം രൂപ എന്ന് പറയാം. അങ്ങനെ ട്രാക്ഡ് കളക്ഷൻസിൽ ഒരു സിനിമയ്ക്ക് 72 ലക്ഷം രൂപ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഏറെക്കുറെ അതിൻ്റെ ഒരു 30% മുകളിൽ ടോട്ടൽ കളക്ഷൻ വരാറുണ്ട്. ഒരു ചില സമയങ്ങളിൽ 50% വരെയും വരാറുണ്ട്. കാരണം ഇത് സിനിമ ഇറങ്ങി ഇപ്പോൾ 10 ദിവസങ്ങൾ കഴിയുന്നു, ഓൺലൈൻ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് തന്നെയാണ് ട്രാക്കിങ് നടത്തുന്നത്. തിയേറ്ററിൽ ഡയറക്റ്റ് ചെന്ന് കാണുന്നതും അല്ലെങ്കിൽ അവിടെ പോയി ടിക്കറ്റ് മേടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതിപ്പോൾ എല്ലാ സിനിമയ്ക്കും, അതായത് ജയറാമിൻ്റെയോ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒന്നുമില്ല, എല്ലാ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവർ പറയുന്ന അനുസരിച്ചിട്ട് 71 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ട്രാക്ഡ് കളക്ഷൻസ് വരാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ 1,20 ലക്ഷം രൂപയ്ക്ക് അടുത്തായിരിക്കും ഈ ഒരു സിനിമയുടെ കളക്ഷൻ ഇന്നും വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ട്രാക്ഡ് കളക്ഷൻസ് നോക്കുക, 55 ലക്ഷം രൂപയാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. മിനിങ്ങാന്ന് 52 ലക്ഷം രൂപയാണ്. അതിനു മുമ്പ് 61 ലക്ഷം രൂപ, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം 76 ലക്ഷം രൂപ, അതിന് തൊട്ട് മുന്നലത്തെ ദിവസം, അതായത് 5ാം ദിവസം 1,02 ലക്ഷം രൂപയായിരുന്നു. അതായത് ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഭൂരിഭാഗം ദിവസങ്ങളിലും സിനിമ 1 കോടിക്ക് മുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവ് തന്നെയാണ്. ചുമ്മാതെ കമൻസിൽ വന്നിറങ്ങി വെറുതെ ഏതെങ്കിലും ഒരു സിനിമയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് തള്ളാണ് എന്ന് പറഞ്ഞു വരേണ്ട കാര്യങ്ങളില്ല. കാരണം ഇത് വ്യക്തമായിട്ട് ട്രാക്കേഴ്സിൽ നിന്ന് കിട്ടിയിരിക്കുന്ന, വിശ്വസനീയമായിട്ടുള്ള ട്രാക്കേഴ്സിൽ നിന്ന്, ഇവർ തന്നെയാണ് കണ്ണൂർ സ്ക്വാഡും ട്രാക്ക് ചെയ്തിരുന്ന, നേരും ട്രാക്ക് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സിനിമകൾ ട്രാക്ക് ചെയ്തിരുന്നവർ ഈ ഒരു സിനിമ പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അത് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അതിന് വലിയ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഞാനത് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് കണ്ടിന്യൂസ് അത് ഫോളോ ചെയ്തിട്ട് അവരുടെ തന്നെ വാക്കുകൾ അല്ലെങ്കിൽ അവർ തന്നിരിക്കുന്ന ഡിജിറ്റ്സ് വെച്ച് പറയുന്നത്. ഒരു സിനിമയുടെ യഥാർത്ഥമായ കണക്കുകൾ അറിയണമെങ്കിൽ ഈ പറഞ്ഞ തള്ളു കണക്കുകളും അല്ലെങ്കിൽ കുറഞ്ഞ കണക്കുകളും ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. പ്രൊഡ്യൂസറിനെ അറിയുള്ളൂ. അത് പ്രൊഡ്യൂസർ മാത്രം കീപ്പ് ചെയ്യുന്നതാണ്. അയാളത് പുറത്ത് സാധാരണ പറയാറുമില്ല എന്നുള്ളത്. പ്രൊമോഷണൽ ഫിഗേഴ്സായിട്ട് 50 തികഞ്ഞ സിനിമയെ 100 തികഞ്ഞ സിനിമ അല്ലെങ്കിൽ 100-നടുത്ത് പോലും എത്താത്ത സിനിമയെ 200, 500 എന്നൊക്കെ പറയാൻ എപ്പോഴും കഴിയുന്നൊരു കാര്യമാണ്. അത് പ്രൊമോഷണൽ ഫിഗേഴ്സാണ്. പലരും പറയുന്ന പോലെ ഇൻകം ടാക്സുകാർ ഓടിപ്പോയി അവരെ പിടിക്കുകയല്ല. നിങ്ങളുടെ കയ്യിൽ 1000 കോടി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് ബാങ്കിലും നമ്മുടെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് തന്നെ പോകുന്നതാണ്. ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളക്ഷൻ കിട്ടണമെങ്കിൽ ഒരു ടിൻ നമ്പർ എടുത്ത് ആ ടിൻ നമ്പറിലേക്ക് പ്രൊഡ്യൂസറിൻ്റെ അക്കൗണ്ടിലേക്കാണ് കാശ് വരുന്നത്. അത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ്. അതായത് അതിനാണ് ഇത്രയും ശക്തമായ ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യയിലുള്ളത്. അവർക്കറിയാം കൃത്യമായിട്ട്. അല്ലാതെ ഒരാളൊരു പ്രൊമോഷണൽ ഫിഗർ പറഞ്ഞു എന്നുള്ളതിനകത്തിലൊന്നും കാര്യങ്ങൾ വരാറില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ട്രാക്കേഴ്സ് പറയുന്ന കണക്കുകൾ തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. യഥാർത്ഥമായിട്ടുള്ള കണക്കറിയണമെങ്കിൽ തീർച്ചയായും പ്രൊഡ്യൂസറിൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കണം, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ പറയില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം അതൊക്കെ ഒരു കഥയായിട്ട് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ. കാരണം ഒരുപാട് പേരുടെ കമൻസ് കണ്ടുകൊണ്ട് മാത്രമാണ്. എന്താണേലും ഇവിടെ എബ്രഹാം ഓസ്ലർ വലിയ വിജയമായിരിക്കുന്നു. 40 കോടിക്ക് മുകളിൽ ഈ സിനിമ എത്തിയിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് എന്നുള്ളതാണ്. അതിലും ഒരു കാര്യം പറഞ്ഞു തരാം. കേരളത്തിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. ബാക്കി ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ വിദേശ രാജ്യത്തേക്കുള്ള റൈറ്റ്സ് വിൽക്കുന്ന കാശ് മാത്രമാണ് പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത്. ബാക്കിയെല്ലാം അവിടെ ആരാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന
കാശുകൾ മാത്രമാണ്. അതായത് ഒരു സിനിമ നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും, ഉദാഹരണത്തിന് ഒരു സിനിമ ഒരു 10 കോടി രൂപയ്ക്കാണ് വിദേശ ഗൾഫിലേക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ എമൗണ്ട് മാത്രമേ പ്രൊഡ്യൂസർക്ക് കിട്ടുള്ളൂ. ആ ഒരു എമൗണ്ട് മാത്രമേ സിനിമയുടെ ശരിക്കും ഒരു വരുമാനമായിട്ട് പ്രൊഡ്യൂസറിന് കൂട്ടാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ കണക്കുകൾ പറയുമ്പോൾ 100ഉം 200ഉം 150ഉം കോടിയൊക്കെ നമ്മൾ പറയുന്നത് അവിടെ കിട്ടിയ കാശും 10 കോടിക്ക് വിറ്റ കാശും പ്ലസ് അവിടെ ഓടിയ കാശും ഒക്കെ കൂടെ വെച്ചിട്ട് തന്നെയാണ് ആളുകൾ എല്ലാവരും പറയുന്നത്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരേ ഒരു സന്തോഷം, അതായത് ഓരോ സിനിമ വിജയിക്കുമ്പോൾ 100 കോടിയായി 50 കോടിയായി 200 കോടിയായി എന്ന് കേൾക്കുമ്പോൾ ഉള്ള സുഖം മാത്രം ഉള്ളതാണെന്ന് പറയുന്നു. എന്തായാലും ഇവിടെ എബ്രഹാം ഓസ്ലർ ഒരു വമ്പൻ തരംഗമായി മുന്നോട്ട് പോകുന്നു. കേരള കളക്ഷൻ തന്നെ സിനിമ വലിയ സക്സസ് ആയി മാറിയിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് 40 കോടിക്ക് മുകളിൽ കഴിഞ്ഞു. ഞായറാഴ്ച കഴിയുന്നതോടെ സിനിമ ഒരു പക്ഷേ 50 കോടിയിലേക്ക് ടച്ച് ചെയ്യപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയ.